Hello friends, welcome to enquiries. ഇന്നത്തെ ഈ വീഡിയോ സാനിറ്റൈസേഷൻ പാർട്ട് 2 ആണ്. എങ്ങനെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് സാനിറ്റൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നൊരു ബ്ലഷ് പാലറ്റ്, ഒരു ക്രീം പാലറ്റ്, പിന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എങ്ങനെ സാനിറ്റൈസ് ചെയ്യാം എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു സാനിറ്റൈസർ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 70%, ഒരു സ്പ്രെയർ ബോട്ടിൽ, ടിഷ്യൂ ബോക്സ്, പിന്നെ ഒരു മാസ്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സാനിറ്റൈസ് ചെയ്തെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഇത് എൻ്റെ കയ്യിലുള്ളൊരു ബ്ലഷ് പാലറ്റാണ്, പൗഡർ ബേസ്ഡ് ബ്ലഷ് പാലറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സാനിറ്റൈസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രെയർ ബോട്ടിലാണ് ഞാൻ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പം ചില ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസ്ക് ധരിച്ചിട്ട് വേണം സാനിറ്റൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്യണം. ഉണങ്ങാൻ ഒരല്പം ടൈം എടുക്കും, അതുകൊണ്ട് ഇത് തുറന്ന് വയ്ക്കണം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജസ് എല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക് പാലറ്റാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് പാലറ്റും ഇതുപോലെ തന്നെയാണ് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എടുക്കുക, സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഇത് ഉണങ്ങുന്നിടം വരെ തുറന്നു വയ്ക്കുക. ഇനി അടുത്തത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് സാനിറ്റൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുത്തിട്ട് അത് ഫുള്ള് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് മേലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യണം. അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ക്യാപ്പ് അത് ഉണങ്ങാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജസ് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. ഇപ്പം എൻ്റെ ഈ ഒരു ബ്ലഷ് പാലറ്റ് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ എഡ്ജസ് വൃത്തിയാക്കി കൊടുക്കാം. COVID-19 ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ വളരെ വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.